രഘു, ജയചന്ദ്രനെ പുറത്തേക്ക് ഇറക്കുകയാണോ? അല്ല, ജയചന്ദ്രനെ പുറത്തേക്ക് ഇറക്കുകയല്ല. ഇദ്ദേഹം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീടിന്റെ ഏകദേശം പിൻവശത്താണ് എന്ന്. അതായത് ജയചന്ദ്രന്റെ വീടിന്റെ പിൻവശത്താണോ രഘു? അതോ നമ്മൾ നേരത്തെ കണ്ട നേരത്തെ കണ്ട പണി തീരാത്ത കത്തിക്കരിഞ്ഞ് കിടക്കുന്ന സാധനങ്ങൾ ആ വീടിന്റെ പിൻഭാഗത്താണോ? അല്ലല്ല, നിലവിൽ ജയചന്ദ്രനുള്ളത് ജയചന്ദ്രന്റെ വീടിനകത്ത് തന്നെയാണ്. ഈ ഭാഗത്തേക്ക്, അതായത് ആ തുണി കത്തിക്കഴിഞ്ഞ ഭാഗത്തേക്ക് ജയചന്ദ്രനെ കൊണ്ടുവന്നിട്ടില്ല. വീടിന്റെ പിൻഭാഗത്തേക്കാണ് ആളുകളൊക്കെ പോയിട്ടുള്ളത്. അതായത് ഈ മൃതദേഹം വീണ്ടെടുക്കാൻ വേണ്ടി വന്ന ജോലിക്കാരടക്കം ഒരു വളരെ സ്കില്ലുള്ള അല്ലെങ്കിൽ വളരെ ആയാസകരമായ ഒരു ജോലിയാണ്. നമ്മൾ മുൻപ് പലതവണ കണ്ടിട്ടുള്ളതാണ്. അവരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വീടിന്റെ പിൻവശത്തേക്ക്, ഒരുപക്ഷെ വീടിന്റെ പിൻവശത്തോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയതായി നിർമ്മാണം നടക്കുന്ന ഒരു വീട് നടത്താൻ വേണ്ടി പുരയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തോ മറ്റോ ആയിരിക്കും. ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം നിലവിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇവിടെ മൃതദേഹം വീണ്ടെടുക്കാനുള്ള ജോലികൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എന്തായാലും ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക്, അതായത് ഈ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് കുഴിച്ചു മൂടിയതെന്ന് പോലീസിന് മനസ്സിലായി എന്ന് വേണം അനുമാനിക്കാൻ. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയാണ്. ജയചന്ദ്രനുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലത്തേക്ക് ഇപ്പോൾ പരിശോധന നീങ്ങുകയാണ്. ആ മൃതദേഹം പുറത്തെടുക്കാനും വൈദഗ്ധ്യമുള്ള ആളുകളെയൊക്കെ അവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഈ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളതാണ് സംശയം. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കുറെ ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിലുള്ള പരിചയം എങ്ങനെയാണ്? ഇപ്പോൾ വിജയലക്ഷ്മിയെ അറിയാമെന്ന് ജയചന്ദ്രന്റെ ഭാര്യ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് വിജയലക്ഷ്മി ഇവിടേക്ക്, ഈ പറയുന്ന അമ്പലപ്പുഴയിൽ ജയചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തിയത്? എന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത്? ആര്യ, 6-ാം തീയതിയാണ് വിജയലക്ഷ്മിയെ കാണാതാകുന്നത്. അവർ അമ്പലപ്പുഴയിലേക്ക് പോയി എന്നുള്ള വിവരമാണ് ബന്ധുക്കൾക്കുണ്ടായിരുന്നത്. അവർ ബന്ധുക്കളുമായി വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സഹോദരി മാത്രമായിരുന്നു ആ സമീപത്ത് താമസിക്കുന്നത്. ഇവർ ആദിനാട് തെക്ക് ഭാഗത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 10-ാം തീയതിയിലൂടെയാണ് ഇവരെ കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസിൽ രജിസ്റ്റർ ചെയ്യുന്നത്. സഹോദരിയാണ് കരുനാഗപ്പള്ളി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ കരുനാഗപ്പള്ളി പോലീസിൽ സാധാരണ നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്. ഏതാണ്ട് ഒരു മാസം 10 മുതൽ 15 വരെ മിസ്സിംഗ് കേസുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള അന്വേഷണമാണ് പ്രാഥമികമായി പോലീസ് നടത്തിയത്. പിന്നീട് എറണാകുളത്തെ സ്റ്റേഷനിൽ നിന്ന് പോലീസിന് ഒരു വിവരം ലഭിക്കുന്നു. കരുനാഗപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ ലഭിച്ചിരിക്കുന്നു. അവരെക്കുറിച്ച് വിവരങ്ങളില്ല. അവർ എറണാകുളം പോലീസ് കരുനാഗപ്പള്ളി പോലീസിനോട് പറഞ്ഞത് ഒരു KSRTC ബസ്സിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണാണ്. ഒരു വ്യക്തി, ഒരു യുവാവ് ബസ്സിനുള്ളിൽ ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച ശേഷം മടങ്ങിപ്പോയി എന്നാണ് KSRTC ജീവനക്കാർ നൽകിയ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ തിരക്കുന്നത്. ഏതെങ്കിലും മിസ്സിംഗ് കേസ് ഉണ്ടോ എന്ന് എറണാകുളം പോലീസ് അന്വേഷിക്കുന്നു. അപ്പോഴാണ് കരുനാഗപ്പള്ളി CI ആയിട്ടുള്ള ബിജുവിന് ഇക്കാര്യത്തിലൊരു സംശയം തോന്നുന്നത്. ഒരു കാണാതായ ഒരു സ്ത്രീയുടെ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നേരെ കൊണ്ടുപോയി എറണാകുളത്ത് കൊണ്ടുപോയി ഒരു യുവാവ് ഉപേക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അസ്വാഭാവികതയുണ്ട് എന്ന് കരുനാഗപ്പള്ളി SHO ആയിട്ടുള്ള ബിജുവിന് തോന്നുന്നു. അവിടെ നിന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത്. പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയലക്ഷ്മിയുടെ തിരോധനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു. ആ സമയത്ത് ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ ഫോണിൻ്റെ രേഖകൾ പരിശോധിക്കുന്നു. ഒരേ ദിവസമാണ് ജയചന്ദ്രൻ്റെ ഫോണും അമ്പലപ്പുഴ കരൂർ ഭാഗത്തെ ടവറിൽ നിന്ന് സ്വിച്ച് ഓഫ് ആകുന്നത്. അതേ സമയത്ത് തന്നെയാണ് വിജയലക്ഷ്മിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആകുന്നത്. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് എറണാകുളത്ത് ഈ ഫോൺ ഉപേക്ഷിച്ചത് ജയചന്ദ്രനാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. മെനിഞ്ഞാന്ന്, അതായത് ഞായറാഴ്ച, ഇയാൾ വള്ളത്തിൽ പോയി തിരികെ വരുന്ന സമയത്ത് കരുനാഗപ്പള്ളി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ജയചന്ദ്രനെ പിടികൂടുകയായിരുന്നു. അയാളെ കരുനാഗപ്പള്ളിയിൽ എത്തിച്ചാണ് ആദ്യം ചോദ്യം ചെയ്തത്. ആദ്യം ചോദ്യം ചെയ്യലിൽ വിജയലക്ഷ്മിയെ അറിയാമെന്നുള്ളതല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അയാൾ സമ്മതിച്ചില്ല. പോലീസ് വിശദമായി ഇയാളെ വീണ്ടും ചോദ്യം ചെയ്തു. ആ സമയത്താണ് താൻ ഈ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തി അതിനുശേഷം ഈ കുഴിച്ചു മൂടി എന്നുള്ള വിവരം പോലീസിന് നൽകുന്നത്. അതിൽ പറയുന്നത് വിജയലക്ഷ്മി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നു. വന്ന സമയത്ത് താനും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ വീട്ടിൽ ഭാര്യ മറ്റാൾക്കാർ ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് വിജയലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം മറ്റാരുടെ ഒരു ഫോൺ കോള് വിജയലക്ഷ്മിക്ക് വരുന്നു. അതിൻ്റെ പേരിലുണ്ടായ തർക്കമുണ്ടായ സമയത്ത് തലയ്ക്കടിച്ച് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാൾ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നവംബർ 7-ാം തീയതി കൊലപാതകം നടന്നു എന്നുള്ള FIR ആണ്
പോലീസ് കരുനാഗപ്പള്ളി പോലീസ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അത് സ്ഥിരീകരിക്കണമെങ്കിൽ വിജയലക്ഷ്മിയുടെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അവിടെ ഈ തറ തുരന്ന് മണ്ണ് തുരന്ന് പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. കൊല്ലം കമ്മീഷണറുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ കൊല്ലം കമ്മീഷണർ ചൈത്ര തെരേസ ജോണും പറയുന്നത് ഈ സംഭവത്തിൽ ഇയാളുടെ മൊഴിയുണ്ട്, സംശയങ്ങളുണ്ട്. പക്ഷേ മൃതദേഹം ലഭിച്ചെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇയാൾ 2 സംശയങ്ങൾ പോലീസിനുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇയാൾ പറഞ്ഞ മൊഴിയാണ്. ഇയാൾ പറഞ്ഞ മൊഴി അനുസരിച്ച് അയാളുടെ പണി നടക്കുന്ന വീടിൻ്റെ പിൻഭാഗത്തായി ഈ വിജയലക്ഷ്മിയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോലീസിൻ്റെ സംശയം ഇയാൾ കടലിൽ പോകുന്ന ആളാണ്. ഏതെങ്കിലും തരത്തിൽ മൃതദേഹം ഒളിപ്പിക്കാൻ കടലിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാര്യം അതിന് ഏറ്റവും പ്രധാനമായി പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്ന വ്യക്തി ആ 2 ഫോണും, അതായത് ഈ ജയചന്ദ്രൻ്റെയും വിജയലക്ഷ്മിയുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം എറണാകുളത്ത് കൊണ്ടുപോയി കളയുകയാണെങ്കിൽ അയാൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ളൊരു വാസന ഉണ്ടാകാം, അല്ലെങ്കിൽ ആ തെളിവുകൾ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടാകാം. അതുകൊണ്ട് തന്നെയാകാം ഈ കടലിലേക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഇയാൾ പറഞ്ഞ സ്ഥലത്ത് കുഴിയെടുത്ത് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ അതോടുകൂടി ആ പോലീസിൻ്റെ അയാളുടെ മൊഴിയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനുശേഷം കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൊലപാതക കേസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതുതന്നെയായാലും ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളതെന്നാണ് പോലീസിൻ്റെ അനുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടുകയും അയാളെയായി എത്തി ആ സ്ഥലത്തെത്തി തെളിവെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇവർ തമ്മിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ബന്ധമുണ്ടായതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെടുകയും അതിനുശേഷം ജയചന്ദ്രൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധവും ഇവർ സ്ഥാപിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജയചന്ദ്രൻ്റെ ഭാര്യയ്ക്ക് ഈ വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിച്ചും അവരെ അറിയാമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. വിജയലക്ഷ്മി ഇടുക്കിയിലാണ് അവരെ വിവാഹം കഴിച്ചയച്ചത്. അവർക്ക് 2 മക്കൾ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമുണ്ട്. ഭർത്താവുമായി പിണങ്ങിപ്പിരിഞ്ഞ് അവർ ആദിനാട് തെക്കുള്ള ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. അവരുടെ സഹോദരി അടക്കമുള്ള ആൾക്കാർ സമീപത്ത് താമസിക്കുന്നുണ്ട്. സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ ഇവരെ കാണാനില്ല എന്നുള്ള പരാതിയിൽ കേസെടുത്ത് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയും ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ഒരു ഏതാണ്ട് 99% സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തത്. കണ്ണൻ നായരാണ് ഈ ഒരു കേസ് നാൾ വഴി നമുക്ക് കൃത്യമായി തന്നെ പറഞ്ഞു തന്നത്. 6-ാം തീയതിയാണ് വിജയലക്ഷ്മിയെ കാണാതാകുന്നത്. 10-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി വിജയലക്ഷ്മിയുടെ കുടുംബം മുന്നോട്ട് വരുന്നത്. വിജയലക്ഷ്മി കാണാതായ അതിന്റെ തിരോധാനം ഇപ്പോൾ ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മുടെ ഒരു സംശയം. നമുക്കിപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് കരൂരിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകുന്നത്.